ആവശ്യമെന്തുണ്ടെങ്കിലും കുഴയേണ്ട, റബ്ബിൻ്റെ വാതിൽ മുട്ടണം മടിക്കേണ്ട. തുറക്കും ക്ഷണം അത് സോദരാ വിധിയുള്ളതാ, ഖുർആനിലായി നമ്മോട് പ്രഖ്യാപിച്ചതാ. അൽ ബഖറയിൽ നീ നോക്കിയാൽ കാണുന്നതാ, സൂറത്ത് മുഅ്മിനിലും പരസ്യം ചെയ്തതാ. കൂമ്പാരമായി നീ തെറ്റു ചെയ്താൽ തന്നെയും നീട്ടുന്ന കൈ തട്ടാത്ത റബ്ബാ പിന്നെയും. ആരും എനിക്കില്ലല്ലോ നീയല്ലാതെ എന്നും പറഞ്ഞ് നീ തേടണം വല്ലാതെ, എന്നാൽ അവൻ അതിനുത്തരം ചെയ്യുന്നതാ. ഓർത്തിട്ടു നീ തന്നെപ്പോഴും കരയുന്നതാ. പ്രാർത്ഥന നമുക്കില്ലാതെ വന്നാൽ റബ്ബ് കാട്ടുന്നതല്ല നമ്മളോടൊരു ഹുബ്ബ്. പ്രാർത്ഥിക്കുവാൻ നമ്മോടവൻ കൽപ്പിച്ചതാ, ഇല്ലാതിരുന്നാൽ നമ്മളെ തള്ളുന്നതാ. സൂറത്ത് ഫുർഖാനിൽ അവൻ വിവരിച്ചതാ, എന്നുള്ളതല്ലടിമത്വവും കാട്ടുന്നതാ. പ്രാർത്ഥിക്കുവാൻ തൗഫീഖ് ചെയ്താൽ പിന്നെ അതിനുത്തരം ഉണ്ടെന്ന് ലക്ഷ്യം തന്നെ. പ്രാർത്ഥന ഇബാദത്താ ഹബീബേ എന്ന് നുഅ്മാൻ അവർ പറയുന്ന നബിയിൽ നിന്ന്. വിശ്വാസികൾക്കുള്ളായുധം ദുആയെന്ന് തിരുമുസ്തഫ നബി തന്നതും പറയുന്നു. അതുമാത്രമല്ല ഇബാദത്തിനത് മജ്ജയ എന്നും ഹദീസിൽ വന്നതും ശരി തന്നെയാ. മൂന്നിൽ ഗുണം ഏതെങ്കിലും ഒന്നുള്ളതാ, പ്രാർത്ഥിച്ചിരുന്നാൽ നിശ്ചയം കിട്ടുന്നതാ. ചോദിച്ചതപ്പോൾ തന്നിടുന്നതു തന്നെ, അല്ലാത്ത പക്ഷം ആഖിറത്തിൽ പിന്നെ. ഇവ രണ്ടുമല്ലെങ്കിൽ പൊറുക്കൽ തന്നെ, നബി തങ്ങളിൽ നിന്നുള്ളതാണിത് പൊന്നേ. പ്രാർത്ഥിക്കുവാൻ 10 അദബുകൾ അറിയേണ്ടതാ, അറിയാതിരുന്നാൽ ഉത്തരം മുട്ടുന്നതാ. അതിലൊന്ന് സമയം നോക്കണം എന്നുള്ളതാ, അറഫാ ദിനം അതിനേറ്റവും പറ്റുന്നതാ. റമദാന്റെ ദിവസം മുഴുവനും സങ്കേതമാ, അതുപോലെ യൗമുൽ ജുമുഅത്തും കങ്കേമമാ. രാവിൻ്റെ മദ്യം നല്ലതാണെല്ലാ ദിനം, അതുതന്നെ മണി 2 ശോഭനം. രണ്ടാമതായി സന്ദർഭവും നീ നോക്കണം, മഴ പെയ്തിരിക്കും സമയമിൽ ചോദിക്കണം. ബാങ്കും ഇഖാമത്തിൻ്റെ ഇടക്കും നല്ലതാ, നിസ്കാര ശേഷം ഏറ്റവും ഫലമുള്ളതാ. രണ്ടാം സലാം വീട്ടിക്കഴിഞ്ഞാൽ ഇന്ന് പതിവുള്ളതാ എന്തോ ചിലർ മണ്ടുന്ന്. ചോദിക്കുവാൻ അവർക്കില്ല റബ്ബോടൊന്നും എന്നുള്ള മട്ടാപ്പൂക്കു കണ്ടാലെന്നും. നിസ്കാര ശേഷം വേണ്ടതാ ദുആയെന്ന് വീണ്ടും എടുത്ത് മുജാഹിദും പറയുന്നേ. അതുമാത്രമല്ല ഒഴിച്ചിരുന്നാലോ അത് ദുർലക്ഷണം എന്നാണെടോ പറയുന്നത്.